നോക്കൂ മേഡം, CKC പറഞ്ഞിരുന്ന പ്ലാൻ ഇതല്ലായിരുന്നു. ഈ പ്ലാൻ അത്ര പെട്ടെന്ന് വർക്കാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ സർ, CKC തന്നെയാ ഇങ്ങനൊരു ഐഡിയ സാറുമായി ഡിസ്കസ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചത്. രാജീവ് മാധവൻ സാറിനെ കണ്ട കാര്യം പറഞ്ഞാൽ മതി, എല്ലാം ചെയ്തോളൂ എന്നാ CKC പറഞ്ഞിരിക്കുന്നത്. കാര്യമൊക്കെ ശരി തന്നെയാണ്. ഈ കമ്പനിയുടെ GM എന്ന നിലയിൽ ഗൗതമിനെതിരെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാമെന്ന് ഞാൻ CKC സാറിന് വാക്ക് കൊടുത്തതുമാണ്. പക്ഷേ ഇതൊരു റിസ്ക് പിടിച്ച പണിയാണ് മാഡം. റിസ്ക് കൂടുതലായതുകൊണ്ടാണ് പണത്തിന്റെ അളവും കൂട്ടിയത്. ഗൗതം എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വരുമ്പോ ആ ഡോക്യുമെന്റ്സിന്റെ കൂടെ ഞങ്ങൾ തരുന്ന ഈ ഡോക്യുമെന്റ്സ് കൂടി ഇൻസേർട്ട് ചെയ്യണം. ഗൗതം അറിയാതെ ഇതിൽ കൂടി അവന്റെ സൈൻ ഇടണം. അത്രേ ഉള്ളൂ രാജീവേ പരിപാടി. പറയുമ്പോ അങ്ങ് ഈസി ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷേ എഗ്രിമെന്റിന്റെ കൂടെ ഈ ഡോക്യുമെന്റ്സ് കൂടി സൈൻ ചെയ്ത് വാങ്ങിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഗൗതം അതൊക്കെ വായിച്ചു നോക്കാതെ സൈൻ ചെയ്യുമോ മാഡം? ഇത് CKCയുടെയും ജ്യോതിയുടെയും ആവശ്യം മാത്രമല്ല, എന്റെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണിത്. ഒരു പരിധിവരെ സത്യം ജയിക്കാനാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. മാഡം പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പറഞ്ഞില്ലേ മാഡം, ആ ഡോക്യുമെന്റ്സ് എടുത്ത് ഗൗതം വായിച്ചോ മറ്റോ നോക്കിയാ കള്ളി വെളിച്ചത്താവില്ലേ? പിടിക്കപ്പെടുന്നത് ഞാനായിരിക്കും. അതോടെ എന്റെ പണിയും പോകും. ഭയക്കാതെ കാര്യങ്ങൾ ചെയ്താ എല്ലാം സക്സസ് ആവും മിസ്റ്റർ രാജീവ് മാധവൻ. പിന്നെന്താ വേണ്ടത്? ഗൗതം ഈ ഡോക്യുമെന്റ്സ് വായിച്ചു നോക്കാനോ അതിൽ ശ്രദ്ധിക്കാനോ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള ഏർപ്പാട് ഞാനായിട്ട് തന്നെ ഉണ്ടായിക്കോളാം. എന്റെ പേടി അതൊന്നുമല്ല. ഗൗതം വെറും ബുദ്ധിയില്ലാത്തവനൊന്നുമല്ല. എനിക്ക് അയാളെ നേരത്തെ അറിയാം. ആള് ഷാർപ്പാണ്, കണ്ണിങ് ആണ്. അയാളെ ചീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. റൗണ്ട് ഫിഗർ 15 lakh. ചെയ്യാനാവുന്ന ഉറച്ച മനസ്സോടെ ഇറങ്ങി തിരിച്ച എന്തും നടക്കും. രാജീവ് മാധവന് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. മാഡം, ആ ഡോക്യുമെന്റ്സ് തന്നെ ഞാനൊന്ന് നോക്കട്ടെ. ഇത് ഒരുപാടുണ്ടല്ലോ. ഇതെല്ലാം കൂടി സൈൻ ചെയ്ത് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നടന്നാൽ ഇനിയൊരു 25 lakh RTGS ആയിട്ട് രാജീവിന്റെ അക്കൗണ്ടിലേക്ക് വരും. ടോട്ടൽ 40 lakh. പിന്നെ CKC അറിയാലോ, ഒരു കാര്യം ഉദ്ദേശിച്ചിറങ്ങിയ അതിന്റെ വിജയത്തിന് വേണ്ടി ഒരു ചെറു വിരൽ അനക്കിയവരെ പോലും പുള്ളി മറക്കില്ല. വേണ്ട രീതിയിൽ CKC കണ്ടിരിക്കുമെന്ന്. അത് എക്സ്ട്രാ ആണെന്ന് ഓർക്കണം കേട്ടോ. ഞാൻ ശ്രമിക്കാം മാഡം. പക്ഷെ ഒരു ഉറപ്പ് പറയാൻ എനിക്ക് പറ്റില്ല. പണ്ട് നമ്മൾ കാണുമ്പോ ഈ സിറ്റിയിൽ തന്നെ ഒന്ന് സെറ്റിൽ ആവണമെന്ന് രാജീവ് പറഞ്ഞിരുന്നില്ലേ? ഈശ്വരമംഗലം ഗ്രൂപ്പ് പ്രണവ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആദ്യം കൺസ്ട്രക്ഷൻ ഏറ്റെടുക്കുന്ന ഫ്ലാറ്റ് സമുച്ചയത്തില് രാജീവ് മാധവൻ ചോദിക്കുന്ന ഒരെണ്ണം ആദ്യ ക്ലയന്റ് ആയിട്ട് തന്നിരിക്കും. എന്തു പറയുന്നു? ഞാൻ റിസ്ക് എടുക്കാം മാഡം. ഏത് വിധത്തിലും ഈ ഡോക്യുമെന്റ്സിൽ ഗൗതമിനെ കൊണ്ട് ഞാൻ സൈൻ ചെയ്യിക്കും. ചെയ്യിച്ച് തന്നിരിക്കും.